സോ പടക്കം മൂവി കണ്ടു. സോ ട്രെയിലറൊക്കെ കണ്ട് അത്യാവശ്യം എക്സ്പെക്ടേഷനോടെ ഒരു ഫൺ എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും ഒരു എക്സ്പെക്ടേഷനോടെ തന്നെയാണ് ഞാൻ ഈ സിനിമക്ക് പോയത്. ഇതില് ട്രെയിലറിൽ തന്നെ ഒരു സുരാജിന്റെ പഴയ എന്നുവെച്ചാൽ സീരിയസ് അഭിനയിക്കുന്ന തൊട്ട് മുന്നേ കാലത്തെ ആ ഒരു കോമഡി അതുപോലെ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ ആ ട്രെയിലറിൽ കുറച്ച് ഗ്ലിംസ് ആയി കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു നല്ല സുരാജിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഷറഫുദ്ദീനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും, ഫൺ എന്റർടൈൻമെന്റ് ആയിരിക്കും, ചിരിക്കാനുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തെന്നാണ് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ലോണം ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് പടക്കണം. സോ ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ളത് മനു സ്വരാജ് പറഞ്ഞ ഒരാളാണ്. സോ പുതിയ ഡയറക്ടറാണ് തോന്നുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് നിതിൻ സി ബാബു എന്ന് പറഞ്ഞ ഒരാളായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. രണ്ട് ആൾക്കാരാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ അറ്റംപ്റ്റ് നിലക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം. ഈ പടം ഉദ്ദേശിക്കുന്നത് കുറച്ച് ചിരിപ്പിക്കുക, അതിൽ കുറച്ച് ഫിക്ഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു കിട്ടുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കിട്ടുന്ന സംഭവം, കിട്ടുന്ന കൺസെപ്റ്റ് അങ്ങനെയൊന്നുമല്ല, അതൊരു ഫണ്ണാണ്. ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഫിക്ഷനും ഉണ്ട്. അത് കുറച്ചൊരു മിത്തിക്കൽ സ്റ്റോറി ഒക്കെ വെച്ചിട്ട് ഒരു പണ്ടത്തെ ടിപ്പു സുൽത്താനെയും അതുപോലെ കാർത്തിക തിരുനാൾ എന്ന് പറഞ്ഞ ആ രാജാവിനെയൊക്കെ വെച്ചിട്ട് ഒരു ബന്ധപ്പെടുത്തി ഒരു മിത്തിക്കൽ സ്റ്റോറി ഉണ്ടാക്കി അതിനെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു പകിടകളി നമ്മള് മഹാഭാരതത്തിലൊക്കെ അറിയുന്ന ആ ഒരു പകിടകളിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം. അപ്പൊ അതിനെ ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ബോഡി സ്റ്റാറ്റിങ് ആ ഇതിൽ കണ്ടിട്ടുണ്ടാവും, മറ്റേ ബോഡി കൺട്രോൾ ഒക്കെ ചെയ്യുന്നത് ആ ട്രെയിലറിൽ ഉണ്ടായിരുന്നു. ഒരു ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവറൊക്കെ ഉള്ള ഒരു ക്യാരക്ടറൊക്കെ, ഐ മീൻ ഷറഫുദ്ദീനാണ് ക്യാരക്ടർ ബോഡി കൺട്രോൾ ചെയ്യാം, വേറെ ആൾ ബോഡി ഈ പകിട ബോർഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ കഥ തുടങ്ങണ എങ്ങനെയാണെന്ന് വെച്ചാല് കോളേജ് കാണിക്കുന്നത്. അപ്പോ കാർത്തിക തിരുനാൾ രാജാവിന്റെ പേരിലുള്ള ഒരു കോളേജ് തന്നെയാണത്. കാരണം ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കാർത്തിക തിരുനാൾ രാജാവ് ഈ ടിപ്പു സുൽത്താൻ മുട്ടുകുത്തിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു അതിന്റെ സ്മാരകമൊക്കെ ഉണ്ട്. അപ്പോ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത് ഈ കോളേജില്. അപ്പൊ ഇവര് ഈ സന്ദീപ് പ്രദീപ്, നമ്മളെ ഫാലിമിയിലൊക്കെ സന്ദീപ് പ്രദീപ്, അതുപോലെ നമ്മളെ യൂട്യൂബറായിട്ടുള്ള അരുൺ പ്രദീപ്, സാഫ് ബോയ്, പിന്നെ നമ്മളെ പൂക്കാലത്തൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മച്ചാനൊക്കെ കൂടിയിട്ട് ആണ് ഇതില് മെയിൻ ലീഡിങ് ആയിട്ടുള്ള ആൾക്കാര്. സോ സുരാജ് ഇതിലൊരു ഷാജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രൊഫസറാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഈ ഷറഫുദ്ദീൻ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഒരേ കോളേജിൽ HOD ആവാൻ ശ്രമിക്കുന്ന രണ്ട് പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ ഇതില് ഈ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ ഒരു ഭയങ്കര വൈബായിരുന്നു. എന്ന് വെച്ചാൽ കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് പിടിതരാത്തൊരു ക്യാരക്ടറായിരുന്നു. തുടക്കത്തിൽ ഭയങ്കര മിസ്റ്ററി, ആ ചിരിയൊക്കെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. എനിക്കറിയില്ല എത്ര പേർക്ക് ഈ പെർഫോമൻസ് ഇഷ്ടമായിട്ടാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ചിരി, ആ പുള്ളിക്കാരന്റെ ഒരു അഴിഞ്ഞാട്ടം പോലെ തുടക്കത്തിൽ സുരാജിന് കുറച്ച് അധികം റോളൊന്നും ഉണ്ടായിരുന്നു, കുറച്ച് പേരുള്ളൂ. അത് കഴിഞ്ഞിട്ട് സുരാജിന്റെ ഒരു സാധനമൊക്കെ ഇട്ട് ഇതില് സുരാജ് കുറച്ച് പണിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ഐറ്റംസ് ഉണ്ട്, പഴയ കുറെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സുരാജിന്റെ കേട്ടോ. അതുപോലെ ഇതില് സന്ദീപ് പ്രദീപും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സെക്കൻഡ് ഇന്റർവെൽ പഞ്ച് ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നു. അതിന് ശേഷമുള്ള സന്ദീപ് പ്രദീപിന്റെ പെർഫോമൻസും ഫസ്റ്റ് ഹാഫിലുള്ള പെർഫോമൻസും ഒന്ന് കമ്പയർ ചെയ്യാൻ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട് ഇതില്, കിടിലായിട്ടുണ്ട്, എനിക്ക് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, അത്രയും കിഡിലാണ്. അതുപോലെ സുരാജ് നല്ല സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് പൊളിക്കലായിരുന്നു. ഒരു തുടക്കം വന്നിട്ട് ഒരു റിവെഞ്ച് പോലെ സംഭവമൊക്കെ ഉണ്ട്, നല്ല രസം. ആ സീനും അത്യാവശ്യം ഞാൻ പറഞ്ഞേ തിയേറ്ററിൽ ഇരുന്നിട്ട് നല്ലോണം ചിരിക്കാൻ പറ്റി. ഒരു ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ചിരി, വേറെ ഒരു മിനിറ്റ് പോലും ലാഗ് അടിക്കാതെ ചിരിക്കുക, അത്രയും ചിരിക്കാണ്ടായിരുന്നു. ചില സാധനങ്ങൾ പാളിപ്പോയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അതില് ഈ ചില ഭാഗങ്ങൾ ചളിയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് വളരെ ഫണ്ണായിട്ടാണ് തോന്നിയത്. സോ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടോക്കുക. കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ വിജയിക്കണം. കാരണം ഒരു ഫിക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫിക്ഷൻ, ഒരു പവർ, അതുപോലെ ബോഡി കൺട്രോളിംഗ് ആണ് പവറൊക്കെ ഉപയോഗിച്ചിട്ട് ഫൺ സാധനം എടുത്തൊക്കെയാണ്. സോ ഇതൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് കൂടിയാണ് ശരിക്കും അത്. സോ നിങ്ങളിത് കണ്ടു നോക്കണം എന്ന് പറയുന്നത് തിയേറ്ററിൽ, കാരണം ഇങ്ങനത്തെ പടങ്ങളൊക്കെ വിജയിക്കണം. OTT കാത്തേക്കാരെ കാണുക എന്നുള്ളതാണ്. എന്റെ OTT കാണാവുന്നേ ഉള്ളൂ ഇട്ടത്, അത് സത്യം പറയാൻ അത്രേ ഉള്ളൂ. കാരണം ഇത് ഞാൻ തിയേറ്റർ കാണാൻ പറയുന്നത് ആ ഒരു പടത്തിന്റെ ഒരു വിജയത്തിലാണ്. കാരണം ഞാനിപ്പോ ഈ തിയേറ്ററിൽ പോയപ്പോ തന്നെ ആകെ 4 ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഉണ്ടായിരുന്ന 4 ആൾക്കാർ നല്ല ചിരിച്ചു എന്നല്ലാണ്ട്, പക്ഷെ ഒരു ആള് വളരെ കുറവാണ്. എന്താണ് ചിലപ്പോ ഇതിലെ ആക്ടേഴ്സ് ക്രൗഡ് പുള്ളിങ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് നിരാശപ്പെടുത്തൂല എന്നുള്ളത്. സോ കണ്ടു നോക്കുക, അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.